ശബരിമലയിൽ ഈ ഒരാഴ്ചയുടെ അവസാന ദിവസങ്ങളായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. ഇന്നലെയും 96,000-ൽ പരം പേരാണ് എത്തിയത്. അതുകൊണ്ട് അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പോൾ തിരക്ക് ഇനിയും കൂടും. നമുക്ക് വിശേഷങ്ങളുമായി വിവരങ്ങളുമായി അവിടെ നിന്നും KB ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. സ്വാമി ശരണം. എങ്ങനെയുണ്ട് തിരക്ക് അവിടെ? സ്വാമി ശരണം. ഏതായാലും ശബരിമലയിൽ ദിവസം കൂടുന്തോറും ഈ പുതുവർഷം ആയത് തൊട്ട് പിന്നാലെ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുതുവർഷ നട തുറന്നതിന് തൊട്ട് പിന്നാലെ ഏതാണ്ട് 1 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ആദ്യ ദിനങ്ങളിൽ മല ചവിട്ടിയത്. ഇന്നലത്തെ കണക്കത് 92,000 ആയിരുന്നു. ഇന്ന് രാവിലെയും കാര്യമായി തന്നെ ഭക്തജനങ്ങളുടെ തിരക്ക് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഏതാണ്ട് 30,000-നടുത്ത് അയ്യപ്പ ഭക്തർ ദർശനം നടത്തി മടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഈ തിരക്ക് വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. മോത്തി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വെള്ളിയാഴ്ചയാണ്, ഇനി വീക്കെൻഡാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന്, കർണാടക, ആന്ധ്ര, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നിരവധി ഭക്തർ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇന്നത്തെ ഇപ്പോൾ രാവിലത്തെ ഒരു അവസ്ഥ നോക്കിയാൽ മരക്കൂട്ടം വരെ ക്യൂ നീണ്ടു നിൽക്കുന്നു. ശരംകുത്തി വഴി മരക്കൂട്ടം വരെ ക്യൂ നീണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മകരവിളക്കിനുള്ള ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും കാലേക്കൂട്ടി ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വ്യൂ പോയിന്റുകളൊക്കെ സജ്ജമാക്കുന്നതിനുള്ള നടപടികളാണ് പ്രധാനമായും പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം വനമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗമൊക്കെ ചേർന്നിരുന്നു. പുല്ലുമേട് പാതയിലും അതുപോലെ തന്നെ കരിമല പാതയിലും പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വെളിച്ചം, വെള്ളം, ആളുകൾക്ക് ഗതാഗത സൗകര്യം ഇതൊക്കെ ഒരുക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ഈ കുറ്റമറ്റ ഒരു തീർത്ഥാടന കാലം അത് സമാപിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളോടെയും അവിടെ സുഗമമായി തന്നെ ഭക്തജനങ്ങൾക്ക് ദർശനം നടത്താനുള്ള സൗകര്യം ഉണ്ടാവട്ടെ.